2 ദിവസം മുന്നേ പുകയില കഷായം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ദിവസം മതി, 24 മണിക്കൂറൊക്കെ മതി അതിൽ ലയിച്ച്. അപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ, ഈ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുകയില കഷായം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. ഒരു 100 ഗ്രാം പുകയില നമ്മൾ ഒരു ജാറിൽ എന്തെങ്കിലും ഇട്ടിട്ട് അതിലൊരു 4 തുള്ളി ലിക്വിഡ് സോപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ടൊരു 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഈ സ്പ്രേയറിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലൊരു 4 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ചെടികളുടെ പുഴുക്കേട് അതുപോലെ കുരുടിപ്പ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പണ്ട് പോലെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് പുകയില കഷായം. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം മുഴുവൻ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ചണ്ടിയാണ് ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചെടികളുടെ കടക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾക്കൊക്കെ ഉള്ള കാരണം ഫംഗസ് രോഗത്തിനൊക്കെ നല്ലതാണ്. ഇനി അതിൻ്റെ 2-3 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ചെടികൾക്ക് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ മുളക് തൈകൾക്കാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. രീതിയിൽ കുളിർപ്പിച്ച് അടിച്ചു കൊടുക്കുക. നമുക്ക് വെള്ളീച്ച അതുപോലെ തന്നെ പുഴുക്കേട് ചെറിയ കുരുടിപ്പ് ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന തരികട കീടനാശിനികളൊക്കെ എന്താണെന്ന് വെച്ചാൽ കീടങ്ങളെ കൊല്ലണയൊക്കെ കൂടുതൽ അകറ്റി നിർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 4 ദിവസം ഇടവേളകളിൽ നമ്മൾ പലതരം ഇങ്ങനെയുള്ള ലിക്വിഡുകൾ അടിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികളിൽ നിന്ന് കീടങ്ങൾ അകന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഇത് പുകയില കഷായമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, പണ്ട് പോലെ നമ്മൾ ചെയ്തു തരുന്ന സംഭവമാണ്. അപ്പോൾ ഉപകാരപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യട്ടോ. ബൈ.